ബാഗൊക്കെ വെച്ചിരിക്കുന്ന കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഇന്ന് വാട്ട്സ് ഇൻ മൈ വർക്ക് ബാഗ്. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ബാഗാണിത്. ഇത് വളരെ റാൻഡമായി സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. മിഡിലിൽ ഒരു കള്ളിയുണ്ട്, ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡ് തോട്ട്സ്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെ കുറച്ച് മെനക്കെട്ട പണിയായത് കാരണവും ജീവിതത്തിൽ കുറച്ച് തിരക്കുകളൊക്കെ ആയത് കാരണവും പിന്നെ നമുക്ക് മടിയുള്ളത് കാരണമാണ് വീഡിയോസ് ഒന്നും കാണാത്തത്. അപ്പം എനിവേ, നമ്മൾ വെറൈറ്റി ആയിട്ട് ഈ ബാഗും കൊണ്ട് വന്നപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമുക്കൊരു വാട്ട്സ് ഇൻ മൈ വർക്ക് ബാഗ് ചെയ്യാം. ഇത് ഞാൻ ഡെയിലി സ്കൂളിൽ യൂസ് ചെയ്യുന്ന ബാഗാണ്. ഞാൻ ഇവിടെ ഒരു പ്രീ സ്കൂൾ ടീച്ചറായിട്ടാണ് ഇവിടെ കാനഡയിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ കൊണ്ടുപോകുന്ന എൻ്റെ വർക്ക് ബാഗ്. ഇതിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഞാൻ അടുത്തല്ല, ഈ സ്കൂൾ ഇയറിൽ ആമസോണിൽ നിന്ന് മേടിച്ച എൻ്റെ വർക്ക് ബാഗ് കാണാം. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ലാനിയഡ്, അതായത് ഇവിടെ ടീച്ചേഴ്സ് എല്ലാവരും സ്കൂളിൽ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ലാനിയഡ്. ഇതിൽ നമ്മുടെ കീസ് ഉണ്ടാകും. നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്കൂളിലെ റൂംസ് കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാനാണ് ഈ കീസ് നമ്മളെപ്പോഴും ഹാൻഡി ആയിട്ട് കൊണ്ടു നടക്കുന്നത്. ആൻഡ് ഇത് വിഷ്വൽസ് ആണ്, അതായത് നമ്മുടെ നോൺ വെർബൽ ആയിട്ടുള്ള പിള്ളേർക്കോ അങ്ങനെ ഇവർക്ക് ചിലപ്പം നമ്മൾ പറയുന്നതിനെക്കാട്ടും എളുപ്പം പിക്ചേഴ്സ് കാണുമ്പോൾ അവർക്ക് വിഷ്വൽസ് ആയിരിക്കും കുറച്ചും കൂടി അവർക്ക് പെട്ടെന്ന്. കാരണം ഞാൻ പ്രീ സ്കൂൾ ടീച്ചറാണ്, ചെറിയ മക്കളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഫോട്ടോസൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ ടീച്ചേഴ്സ് നോർമലി ക്യാരി ചെയ്യുന്നൊരു സാധനമാണ് വിഷ്വൽസ്. ബേസിക്കലി ഇവർക്ക് വേണ്ട കുറച്ച് വിഷ്വൽസ്. പിന്നെ ഇതിൽ ഒരു കീ ചെയിൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഈ ഇയറിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മിസ് ആൻ, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ ഗ്രോ എന്ന് പറഞ്ഞിട്ടൊരു കീ ചെയിൻ. പിന്നെ ഒരു വിസിലുണ്ട്, പിള്ളേരുടെ അറ്റൻഷനൊക്കെ നമുക്കിപ്പോൾ പുറത്തൊക്കെയാണ്, നമ്മൾ പ്ലേ ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിസിൽ. പിന്നെ ഒരു പോപ്പറ്റ്. പിന്നെ ഇതെൻ്റെ ലാനിയാഡ്. ഇവിടെ ഒട്ടുമിക്ക ടീച്ചേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് ആ ലാനിയാഡ്. വീക്ക്ലി പ്ലാനർ. ഇത് ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വെരി ബിസി, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനും. ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് സ്കൂളിലെ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്ന ഷിഫ്റ്റുകൾ, അങ്ങനെ എന്തൊക്കെ ഇവൻറ്റ്സ് ഉണ്ടോ കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ വേണ്ടി എഴുതി വെക്കുന്ന പ്ലാനർ കാര്യങ്ങൾ, കലണ്ടറൊക്കെ ഉള്ള വീക്ക്ലി പ്ലാനർ. ഇനി നോട്ട്ബുക്സ്, വളരെ ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്സ്. മറ്റൊരു നോട്ട്ബുക്ക്. ഇത് ഞാൻ വളരെ റാൻഡമായിട്ട് സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ. അതുകൊണ്ട് ഈ ബാഗിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചെടുത്ത വീഡിയോ ഒന്നല്ല, റാൻഡമായിട്ട്. ഇതിൻ്റെ ഉള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ച പാക്ക് ചെയ്ത ബാഗൊന്നുമല്ല, എല്ലാ ദിവസവും ജോലിക്ക് കൊണ്ടുപോകുന്ന ബാഗാണ്. ഇതിലിത് റാൻഡം കുറച്ച് പേപ്പേഴ്സ്, എൻ്റെ ഐപാഡ്, എയർപോഡ്, എൻ്റെ 2 വാലറ്റ് ഉണ്ട്. ഇതിൽ എൻ്റെ കാർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വാലറ്റ്, ചാർജർ, പവർ ബാങ്ക്, റാൻഡമായിട്ട് കുറച്ച് പെൻസ്. ഇനി ഇഷ്ടംപോലെ പേന വേറെയും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. റാൻഡമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന പേനയാണ്. ഇനി എൻ്റെ പിള്ളേരിടയ്ക്ക് എനിക്ക് തരുന്ന കുറച്ചിങ്ങനെ കുഞ്ഞു സാധനങ്ങൾ, അവർ തരുന്ന, ഞാൻ കീപ്സേക്ക് ആയിട്ട് വെക്കുന്ന കുറച്ച് ഗിഫ്റ്റുകളും സാധനങ്ങളൊക്കെ. ഇത് ഡെയിലി നമുക്ക് ഇഷ്ടമാതിരി സാധനങ്ങൾ പിള്ളേർ തരും. അതായത് ഇവർ നമുക്ക് എഴുതി തരുന്ന ലെറ്റേഴ്സ്, പിന്നെ വരച്ചു തരുന്ന പിക്ചേഴ്സ് കാര്യങ്ങൾ, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ നടുക്കത്തൊരു കള്ളി കഴിഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ട് പൗച്ചിൽ അതിൻ്റെ ഉള്ളൊരു പൗച്ചുണ്ട്. ടീച്ച് ലവ് ഇൻസ്പയർ ടീച്ചർ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ലാസ്റ്റ് ഇയർ ഗിഫ്റ്റ് ചെയ്തൊരു പൗച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ സാനിറ്ററി നാപ്കിൻ, ഒരു പെർഫ്യൂം ഉണ്ട്, സാനിറ്റൈസർ, ഒരു ലിപ് ബാം, എൻ്റെ ഹാൻഡ് ക്രീം, ഒരു ഹെയർ ബ്രഷ്, ഒരു ക്ലോ ക്ലിപ്പ്, അങ്ങനെ കുറച്ച് റാൻഡം ഫീമെയിൽ സാധനങ്ങളൊക്കെ ഉള്ള ഒരു പൗച്ച്. ഇതൊക്കെ സ്കൂളിൽ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഇപ്പോൾ ഹാൻഡ് ക്രീം, സാനിറ്റൈസർ, ലിപ് ബാം ഒക്കെ നമ്മൾ എപ്പോഴും തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്.
പിന്നെ സൺസ്ക്രീൻ, ഒരു ഹാറ്റ്. ഇവിടെ ഇപ്പോൾ കാനഡയിൽ വിൻ്റർ മാറി സ്പ്രിങ് ആൻഡ് സമ്മർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൺസ്ക്രീനും ഹാറ്റും ഈ ബാഗിലുള്ളത്. ഇനി ഇതിനുള്ളൊരു കീ ഹോൾഡർ ഉണ്ട്, ഒരു എക്സ്ട്രാ. ഇത് കാണുന്നുണ്ടോ എന്നറിയത്തില്ല. ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു മെഡിക്കേഷനാണ്. നമ്മളിവിടെ കാനഡയിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണെങ്കിലും നമ്മൾ ടീച്ചേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് മാൻഡേറ്ററി ആണ്. അപ്പോൾ ആ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങിൽ അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു മെഡിസിൻ്റെ ഒരു ചെറിയൊരു കീ പൗച്ചാണിത്. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്പിരിൻ എന്ന് പറഞ്ഞൊരു മെഡിക്കേഷൻ നമുക്ക് ഫസ്റ്റ് എയ്ഡ് എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട ഒരു മെഡിക്കേഷനാണ്. അതാണ് ഞാൻ കീ ഹോൾഡറിൽ ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ പെണ്ണ് വെക്കാൻ വേണ്ടി കുറേ കുഞ്ഞു കുഞ്ഞു കള്ളികളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടറിയില്ല, എനിക്ക് ഇഷ്ടംപോലെ പേനകളുണ്ട്. പല കളറിൽ പല രൂപത്തിലുള്ള പേനകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും 2 പൗച്ചുണ്ട്. ഇതിൽ ഒരു സ്ക്രഞ്ചി, ലോഡ് കണക്കിന് ലിപ് ബാമുകൾ, അതായത് ഓരോ ദിവസവും കൊണ്ടുപോകുന്നത് ബാഗിലിട്ടിട്ട് അങ്ങനെ ഒരു ലോഡ് ലിപ് ബാം ഉണ്ട് ഇതിൽ. കാരണം ഇവിടെ ഭയങ്കര ഡ്രൈ ആണ് ഇവിടുത്തെ ഒരു വെതർ. അതുപോലെ എൻ്റെ സ്കിന്നും ഭയങ്കര പെട്ടെന്ന് ഡ്രൈ ആവുന്ന കൂട്ടത്തിൽ. അപ്പോൾ അത് കാരണം ആണ് ഇത്രയും ലിപ് ബാമും ഹാൻഡ് ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ 2 കള്ളി നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ഒരു ക്ലിപ്പ് ബോർഡ്. ഇതിൽ എൻ്റെ മെയിനായിട്ട് എൻ്റെ ക്ലാസ്സിലെ പിള്ളേരുടെ വീക്കിലിയുള്ള ലിസ്റ്റ്, ഇതിന് റോൾ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വീക്കിലിയുള്ള പിള്ളേരുടെ അവർ വരുന്ന ടൈം കാര്യങ്ങളൊക്കെയുള്ള ഒരു അറ്റൻഡൻസ് ഷീറ്റ് പോലത്തെ ഉള്ള ഒരു ലിസ്റ്റാണത്. ഇതിൻ്റെ ഉള്ളിൽ ഇത് വാലന്റൈൻസ് ഡേക്ക് നമ്മളിവിടെ ടീച്ചേഴ്സ് എടുത്തൊരു പിക്ചേഴ്സാണ് ഓരോ ക്ലാസ്സിൻ്റെ. അത് ഞാൻ ചുമ്മാ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേർ നമുക്ക് ഓരോ ദിവസവും റാൻഡമായിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ തരും. അങ്ങനെ ഒരു സാധനമാണ് ഈ ഒരു പിക്ചർ, ഫോർ മൈ ടീച്ചർ ബന്നി. ഇത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഈ അടുത്ത് എനിക്ക് തന്ന ഒരു പിക്ചറാണ്. പിന്നെ റാൻഡമായിട്ട് കുറച്ച് പേപ്പേഴ്സ് കാര്യങ്ങൾ, കുറച്ച് നോട്ട്സ്, പിന്നെ ക്ലാസ്സിലേക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ വർക്ക്ഷീറ്റ്സ് സാധനങ്ങൾ, അങ്ങനെ റാൻഡം കുറച്ച് സാധനങ്ങളുള്ള എൻ്റെ ക്ലിപ്പ് ബോർഡ്. ഇതിൻ്റെ ഉള്ളിലും 1-2 പെന്നുണ്ട്. ഇതിലേക്ക് വെച്ചേക്കാം. ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ റാൻഡമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനുള്ളിൽ ഇഷ്ടംപോലെ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മറ്റൊരു സാധനമാണ് ഗ്ലൗസ്. ഇത് ഈ കഴിഞ്ഞ വിൻ്റർ മുഴുവന് ഈ ബാഗിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേറെ ഗ്ലൗസും സാധനങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും. ഇവിടെ വിൻ്ററിൽ നമുക്ക് മാൻഡേറ്ററി ആണ് വിൻ്റർ ക്ലോത്ത്സ്, അതായത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ ജാക്കറ്റ് ഒക്കെ പോലെ തന്നെ ജാക്കറ്റ്, സ്നോ പാൻസ്, നമ്മുടെ ഹാറ്റ്, മിറ്റൻസ്, അങ്ങനെ നമുക്ക് തണുപ്പിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എക്സ്ട്രാ, അത് ഞാനൊരു ആക്ച്വലി ഒരു എക്സ്ട്രാ ബാഗായിട്ട് സ്കൂളിൽ തന്നെ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതൊരു എക്സ്ട്രാ ആയിട്ട് എൻ്റെ ബാഗിലുള്ള ഒരു ഗ്ലൗസ് ആയിരുന്നു. ഇവിടെ നമ്മൾ വെതറിനനുസരിച്ച് പ്രോപ്പർ ഡ്രസ്സ് ചെയ്യണമെന്നാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൗച്ചുണ്ട്, അതിലുള്ളതായിരുന്നു എൻ്റെ സ്കൂളിൻ്റെ ഒരു കാർഡ്. ആൻഡ് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിൽ അഗെയിൻ ഒരു പൗച്ചും കൂടി ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ റാൻഡമായിട്ട് കുറച്ച് ഗിഫ്റ്റ് കാർഡ്സ്. ആക്ച്വലി ഇതെല്ലാം കഴിഞ്ഞ ക്രിസ്മസിന് എൻ്റെ പിള്ളേർ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനങ്ങളാണ്. ഇവിടെ നമുക്ക് ഇഷ്ടംമാതിരി ഗിഫ്റ്റ് കിട്ടും പിള്ളേരുടെ അടുത്തുനിന്ന്. ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റ്സ്, ഇപ്പോൾ ക്രിസ്മസ്, ഹാലോവീൻ, സ്കൂൾ ഇയർ എൻഡ് ഒക്കെ സമയമാകുമ്പോൾ ഇത് നമ്മൾ ചോദിച്ചിട്ട് തരുന്നതൊന്നുമല്ല. നമ്മൾ ഒരിക്കലും ഗിഫ്റ്റ് കിട്ടണമെന്ന് വിചാരിച്ചല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് ഇവരുടെ ഒരു സന്തോഷത്തിന്, ഇവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇവരെപ്പോഴും ഫാമിലി പോലെ തന്നെ ടീച്ചേഴ്സിനും കാര്യങ്ങൾക്കും എപ്പോഴും ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് യൂസ് ചെയ്തതും യൂസ് ചെയ്യാത്തതുമായ കുറച്ച് സ്റ്റാർബക്സിൻ്റെ ഒക്കെ ഗിഫ്റ്റ് കാർഡുകൾ. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് എൻ്റെ വർക്ക് ബാഗിലുള്ളത്. പറഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച ബാഗാണ്. ഇത് മേടിച്ചതിൻ്റെ മെയിൻ റീസൺ തന്നെ ഇതിൽ ഇഷ്ടംപോലെ സാധനം കൊള്ളുന്നത് കൊണ്ടാണ്. ഇതിന് പുറമെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാറുള്ള വേറെ എൻ്റെ ലഞ്ച് കിറ്റൊക്കെ ഞാൻ ഇതിൽ വെക്കാറില്ല. ഞാൻ യൂഷ്വലി സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ലഞ്ച് കിറ്റ് തന്നെ എനിക്കുണ്ട്. അതിലാണ് ലഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്.
ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ ക്ലോത്ത്സ് അല്ലെങ്കിൽ വിൻ്റർ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ വേറൊരു സെപ്പറേറ്റ് ബാഗിലായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് വാട്ട്സ് ഇൻ മൈ വർക്ക് ബാഗ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് ഓൾ അപ്പ് ടു യു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.